അപ്പോൾ ചങ്കുകളെ മോർണിംഗ് ഫുഡിലേക്ക് കിടക്കാം കേട്ടോ. മോർണിംഗിൽ നമുക്ക് ഗോതമ്പ് ദോശ കേട്ടോ. ഗോതമ്പ് ദോശ നമുക്ക് ചുട്ടിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കറി ചട്ടിനി ഉണ്ടാക്കണം. അപ്പോൾ ഗോതമ്പ് ദോശ ചുട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളടുത്ത് മാവ് കല്ലിലേക്ക് ഒഴിച്ച് നമ്മൾ ഇളക്കി ചുട്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് മാവ് വലിഞ്ഞ് വീഴുമ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യണം, എണ്ണ കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കണം. അതിന് നമ്മൾ സബോള സെൻറ്റർ മുറിച്ചിട്ട് പപ്പടക്കോല അതിൽ കുത്തിക്കുക കേട്ടോ. ടെക്നോളജിക്കൽ വൈവാണ്. കയ്യിലേക്ക് നമുക്ക് ചൂട് പറ്റുകയോ ആവിയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കയ്യിലേക്ക് സംബന്ധിച്ചൊരു ചുരം പ്രശ്നങ്ങളില്ലാതിരിക്കേണ്ട ഒരു ടെക്നോളജിക്കൽ വൈവാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കുഞ്ഞു മക്കളെ. കൈ കൊള്ളില്ല, ഒക്കെയാണ്. എന്നാൽ ഉള്ളീൻ്റെ നീരും സ്വാദും കൂടി കത്തും കൂടി ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വൈകും നമുക്ക്. അപ്പോൾ സാമ്പാർ ഉച്ചയ്ക്ക് അത് ഫുഡിലേക്ക് പയർ കൊണ്ടൊരു നമുക്ക് സാമ്പാറുണ്ട്, പിന്നെ മാങ്ങാച്ചാർ, ഉപ്പേരിൻ്റെ അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളക് കിട്ടോ. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എണ്ണയിട്ട് പൊരിച്ച ഭക്ഷണം ഉല്ലാസാക്കാം. കാരണം നമ്മൾ തുടങ്ങി മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിരിക്കണം. 10-12 ദിവസം നമ്മൾ മണ്ഡലകാലൊക്കെ 10-12 ദിവസം നോക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോയിൽ ഓക്കെ ബൈ ബൈ.